ഹായ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പോഴാണ് ഇവിടെ പൊതിച്ചോറ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. മിഹിമോൾ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പം പൊതിച്ചോറ് സെറ്റാക്കിയ ആളിതാ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലിരിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഓടി വന്ന് പൊതിച്ചോറ് എടുത്തു. പൊതിച്ചോറ് അഴിച്ചപ്പോഴത്തേക്കിന് അതിനകത്തുണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാവിൽ തന്നെ പിടിച്ച മാങ്ങയുടെ ഉണ്ടാക്കിയ ചമ്മന്തി, ആ മാങ്ങാന കൊണ്ടുണ്ടാക്കിയ അച്ചാർ, കരുവാട്, അവിയൽ, മുട്ട പൊരിച്ചത് എന്നിവയായിരുന്നു. മുട്ട പൊരിച്ചത് പിന്നെ പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണല്ലോ. പിന്നെ മോളും അതിനകത്തോട്ടൊക്കെ കൈയിട്ട് വാരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മയും ഓടിയെത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ പപ്പടവും ഒക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് വെറുതെയാണ് പപ്പടം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഐറ്റം എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലതി എത്തിയത്. ലതിക്കും നമുക്കൊരു പൊതിച്ചോറ് കൊടുത്താലോ. ലതിയും ഒരു പൊതിച്ചോറ് എടുത്ത് അഴിച്ച് കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.